നമസ്കാരം. ലോകസമാധാന പരിപാലനത്തിൽ ഇന്ത്യ വഹിക്കുന്ന നിർണായക പങ്കിനെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന സംഭവത്തിനാണ് ഇനി രാജ്യം വേദിയാകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാംഗങ്ങളെ അയക്കുന്ന രാജ്യങ്ങളിലെ സൈനിക മേധാവികളുടെ ഉന്നതതല യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു. ലോകമെമ്പാടും സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ സമാധാനം നിലനിർത്താൻ പരിശ്രമിക്കുന്ന UN സമാധാന സേനകളിലേക്കുള്ള ഇന്ത്യയുടെ സംഭാവനകൾക്ക് ദീർഘകാലത്തെ പാരമ്പര്യമുണ്ട്. ഈ സമ്മേളനം ആഗോള സുരക്ഷയിലും സമാധാനത്തിലും ഇന്ത്യയുടെ നേതൃത്വത്തെ ഉറപ്പിക്കുകയും ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ വഴിയൊരുക്കുകയും ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനകളിലേക്ക് സൈനികരെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിലെ സൈനിക മേധാവികളുടെ 4 ദിവസത്തെ ഉന്നതതല സമ്മേളനത്തിനാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ഈ വർഷം ഒക്ടോബറിലാണ് സമ്മേളനം നടക്കുന്നത്. രാജ്യത്തിന്റെ ഈ നീക്കം ആഗോള സമാധാന സംരക്ഷണത്തിൽ ഇന്ത്യയുടെ പ്രതിബദ്ധതയും നേതൃത്വവും ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ്. അതേസമയം പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളെ സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കിയിരിക്കുകയാണ്. ദില്ലിയിൽ നടക്കുന്ന ഈ സമ്മേളനം UN സമാധാന സേനയുടെ പ്രവർത്തനങ്ങൾ, വെല്ലുവിളികൾ, ഭാവിയിലെ ദൗത്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദിയായിരിക്കും. ലോക സമാധാനത്തിനായി വലിയ സംഭാവനകൾ നൽകുന്ന രാജ്യങ്ങളുടെ സൈനിക മേധാവികൾ ഒരുമിച്ച് കൂടുന്നത് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമാകും. UN സമാധാന സേനാ ദൗത്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ സൈനികരെ അയക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 1950-കൾ മുതൽ 49-ലധികം UN ദൗത്യങ്ങളിൽ ഇന്ത്യ പങ്കാളിയായിട്ടുണ്ട്. ഈ കാലയളവിൽ 2 ലക്ഷത്തിലധികം സൈനികരെയാണ് ഇന്ത്യ സംഭാവന ചെയ്തത്. സമാധാനപരമായ സഹവർത്തിത്വം എന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഭാഗമാണിത്. എന്നാൽ ഇന്ത്യയോട് പാകിസ്ഥാനും ചൈനയും കാണിക്കുന്ന നെറുകേടുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ സമ്മേളനം. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനെയും ചൈനയെയും ഈ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അടുത്തിടെ നടന്ന പഹൽഗാം ആക്രമണത്തിൽ പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പങ്കുണ്ടെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. ഇത് തെളിഞ്ഞതുമാണ്. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒരു സൈനിക നേതൃത്വവുമായി സൈനികപരമായ സഹകരണത്തിന് തയ്യാറല്ലെന്ന നയതന്ത്രപരമായ സന്ദേശമാണ് ഈ ഒഴിവാക്കലിലൂടെ ഇന്ത്യ നൽകുന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം. വിവിധ രാജ്യങ്ങളിലെ സൈനിക മേധാവികൾക്ക് പുറമെ UN പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത് സമാധാന ദൗത്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ വെല്ലുവിളികളെ നേരിടാൻ തന്ത്രങ്ങൾ മെനയാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.